السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. മഹാന്മാരായ സഹാബത്തുൽ കിറാം, സഹാബത്തുൽ കിറാമാണ് നമുക്കും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും ഇടയിലുള്ള മാധ്യമം. അവരിലൂടെയാണ് നമുക്ക് ഈ ദീന് ലഭിച്ചത്. വിശുദ്ധ ഖുർആൻ ലഭിച്ചതും അവരിലൂടെയാണ്. അപ്പം അവർ വിശ്വാസയോഗ്യരല്ല എന്ന് പറയുകയാണെങ്കിൽ ഇസ്ലാമിൻ്റെ അടിത്തറ തന്നെ കിടക്കും. വിശുദ്ധ ഖുർആൻ തന്നെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല ഇറക്കി കൊടുത്തതാണ് എന്നുള്ള കാര്യം പോലും അവിടെ സംശയാസ്പദമായി മാറും. സഹാബത്തുൽ കിറാമിനെ നാം വിശ്വസിച്ചില്ല എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകൾ എന്തൊക്കെയാണ്, തങ്ങളുടെ ജീവിത മാർഗം എന്തൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നത് സഹാബത്തുൽ കിറാമിലൂടെയാണ്. അവരെ വിശ്വസിച്ചില്ല എങ്കിൽ, അവർ വിശ്വാസയോഗ്യരല്ല എങ്കിൽ പിന്നെ ഈ ദീന് തന്നെ ഇല്ലാതായി പോകും. അതുകൊണ്ടാണ് മഹാനായ ഇമാം അബൂ സുർആ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ആരെങ്കിലും സഹാബത്തുൽ കിറാമിൽ ആരെയെങ്കിലും കുറ്റം പറയുന്നത് നീ കണ്ടാൽ മനസ്സിലാക്കണം, അവൻ സിന്ദീഖാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യദൂതനാണ് എന്ന് നാം വിശ്വസിക്കുന്നവരാണ്. ഖുർആൻ സത്യമാണെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിനെ പഠിപ്പിച്ച മുഴുവൻ കാര്യങ്ങളും സത്യമാണെന്ന് വിശ്വസിക്കുന്നവരാണ്. ഈ കാര്യങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും നമ്മളിലേക്ക് എത്തിച്ചവർ ഈ സഹാബത്തുൽ കിറാമാണ്. ആ സഹാബത്തുൽ കിറാമിനെ വിശ്വസിച്ചില്ല എങ്കിൽ ഈ കാര്യങ്ങളൊക്കെ അടിത്തറ തന്നെ കളകിപ്പോകും. ഇതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞു. ഇപ്പൊ സഹാബത്തുൽ കിറാമിനെ ആക്ഷേപിക്കുന്നവർ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് അതിലൂടെ ഈ ദീനിനെ തകർക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഖുർആനും സുന്നത്തും അതിൽ പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റില്ല എന്ന് യഥാർത്ഥത്തിൽ അവരുടെ ഈ സഹാബത്തുൽ കിറാമിനെ കുറ്റം പറയുന്നതിലൂടെ അവർ കൊണ്ടുവരികയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിന് ഇത് ചെയ്യാൻ കഴിയില്ല. സഹാബത്തിന് കുറ്റം പറയാൻ ഒരു മുസ്ലിമിന് കഴിയില്ല. സഹാബാക്കളിൽ ആരെങ്കിലും ഒരാൾ വിശ്വാസയോഗ്യരല്ല എന്ന് ഒരു മുസ്ലിമിനും പറയാൻ കഴിയില്ല. അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവൻ സിന്ദീഖാണ്, നിരീശ്വരവാദിയാണ് എന്ന് മഹാനായ ഇമാം അബൂ സുർആ റഹ്മത്തുള്ളാഹി പറയുന്നത് കാണാൻ കഴിയും. ഇമാം നസായി പറയുന്നു, ഇസ്ലാം എന്നുള്ളത് ഒരു വീട് പോലെയാണ്. ആ വീട്ടിലേക്കുള്ള കവാടമാണ് സഹാബത്ത്. ആ വീട്ടിലേക്കുള്ള കവാടമാണ് ഇസ്ലാം എന്ന വീട്ടിലേക്കുള്ള കവാടമാണ് സഹാബത്തുൽ കിറാം. ഇപ്പൊ സഹാബത്തുൽ കിറാമിലൂടെ അല്ലാതെ ഇസ്ലാം എന്ന ആ വീട്ടിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആരെങ്കിലും സഹാബത്തുൽ കിറാമിനെ അധിക്ഷേപിച്ചാൽ അവൻ ആ വീട്ടിന്റെ വാതിൽ തകർക്കുന്നവന്റെ സ്ഥാനത്താണ്, ആ വീട് തകർക്കുന്നവന്റെ സ്ഥാനത്താണ്. എന്നിട്ട് ഇമാം നസായി തുടർന്ന് പറയുന്നു, ഫമൻ അറാദ മുആവിയത ഫഇന്നമാ അറാദ സഹാബ. മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ആരെങ്കിലും കുറ്റം പറയുന്നത് തന്നെ മുഴുവൻ സഹാബത്തിനെയും കുറ്റം പറയുന്ന സ്ഥാനത്താണ്. അപ്പൊ അവനും ഇസ്ലാമിൽ അവന് യാതൊരു പങ്കുമില്ല, അവൻ മുസ്ലിമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് മഹാനായ ഇമാം നസായി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല സഹാബത്തുൽ കിറാമിനെ കുറിച്ച് രണ്ട് വർണ്ണനകൾ അല്ലാഹു തആല ധാരാളം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രധാനമായി ഒരേ ആയത്തിൽ തന്നെ അല്ലാഹു തആല സ്വാദിഖീങ്ങൾ സത്യസന്ധർ എന്നും മുഫ്ലിഹീങ്ങൾ വിജയിച്ചവർ എന്നും പറയുന്നത് കാണാൻ കഴിയും. ലിൽ ഫുഖറാഇൽ മുഹാജിരീന അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം വഅംവാലിഹിം യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹി വറിദ്വാന വയൻസുറൂന അല്ലാഹ വറസൂലഹു ഉലൈക ഹുമുസ് സാബിഖൂൻ. മുഹാജിരീങ്ങളായ സഹാബത്തുൽ കിറാമിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് അവർ സ്വാദിഖീങ്ങളാണ്, സത്യസന്ധരാണ്. എന്നിട്ട് അൻസാരികളെ കുറിച്ച് അല്ലാഹു പറയുന്നു, വല്ലദീന തബഖു ദാറവൽ ഈമാന മിൻ ഖബ്ലിഹിം
യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജത്തൻ മിമ്മാ ഊതു വയൂസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ വമൻ യൂഖ ശുഹ്ഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അൻസാരികളെ കുറിച്ച് അല്ലാഹു തആല മുഫ്ലിഹീങ്ങൾ എന്നാ പറയുന്നത്. എന്നിട്ടും അല്ലാഹു പറഞ്ഞു നിർത്തിയില്ല. തുടർന്ന് അല്ലാഹു പറയുന്നു, വല്ലദീന ജാഉ മിൻ ബഅദിഹിം യഖൂലൂന റബ്ബനാ ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. അവർക്ക് ശേഷം വരുന്നവർ, ആ സഹാബത്തുൽ കിറാമിന് ശേഷം വരുന്ന ജനത മുഴുവൻ ജനങ്ങളും അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടണം. അവർ പറയണം, റബ്ബനാ ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. അല്ലാഹുവേ, ഞങ്ങൾക്കും ഞങ്ങളുടെ മുൻഗാമികൾക്കും നീ പുറത്തു കൊടുക്കണേ എന്ന് ഓരോ മുഅ്മിനിനും പറയൽ ബാധ്യതയാണ് എന്ന് കൂടെ അല്ലാഹു തആല പറയുന്നു. ഇതാണ് അല്ലാഹു പറയുന്ന സഹാബത്തുൽ കിറാമിനെ കുറിച്ച്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വിശ്വവിഖ്യാതമായ പ്രസംഗം നമുക്കെല്ലാവർക്കും അറിയാം. സഖീഫത്ത് ബനി സാഇദയിൽ വെച്ച് അൻസാരികളെ സംബോധന ചെയ്തുകൊണ്ട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പ്രസംഗിക്കുമ്പോൾ ഈ ആയത്തുകൾ ഓതിക്കൊണ്ടാണ് മഹാനവറുകൾ പറഞ്ഞത്, അൻസാരികളെ ഇന്നല്ലാഹ സമ്മാന സ്വാദിഖീൻ, അല്ലാഹു തആല മുഹാജിറുകളായ ഞങ്ങളെ കുറിച്ച് സ്വാദിഖീൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വസമ്മാകുൽ മുഫ്ലിഹീൻ, നിങ്ങളെ കുറിച്ച് മുഫ്ലിഹീൻ എന്നുമാണ് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞു, കൂനൂ മഅ സ്വാദിഖീൻ, നിങ്ങൾ സ്വാദിഖീങ്ങളോടൊപ്പം ആകുക, അതുകൊണ്ട് ഞങ്ങളോടൊപ്പം നിങ്ങൾ നിൽക്കണം എന്നിങ്ങനെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പ്രസംഗിച്ചത് കാണാൻ കഴിയും. ചുരുക്കി പറഞ്ഞാൽ അല്ലാഹു അംഗീകരിച്ച വിഭാഗം സ്വാദിഖീങ്ങളും വിജയം വരിച്ചവർ സത്യസന്ധർ എന്ന് അല്ലാഹു തന്നെ പ്രഖ്യാപിച്ച വിഭാഗമാണ് സഹാബത്തുൽ കിറാം. അതുകൊണ്ടാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ലാ തസുബ്ബു അസ്ഹാബ മുഹമ്മദ്, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കളെ കുറ്റം പറയരുത്. കാരണം ഫഇന്നല്ലാഹ അസ്സ വജല്ല, അല്ലാഹു തആല ഖദ അമറ ബിൽ ഇസ്തിഗ്ഫാരി ലഹും വഹുവ യഅലം അന്നഹും സയഖ്തുലൂൻ. അല്ലാഹു തആല നമ്മളോട് അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. പിൽക്കാലത്തുണ്ടാകാൻ പോകുന്ന കുഴപ്പങ്ങളെല്ലാം അറിയുന്നവനായ അല്ലാഹു തന്നെയാണ് നമ്മളോട് അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടാൻ വേണ്ടി പറയുന്നത്. ഖത്തീബുൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി പറയുന്നത് കാണാം, ഈ ആയത്തിൽ അല്ലാഹു തആല സഹാബത്തിനെ കുറിച്ച് സാദിഖീങ്ങളെന്നും മുഫ്ലിഹീങ്ങളെന്നും പറഞ്ഞിരിക്കെ അല്ലാഹു അംഗീകരിച്ച വിഭാഗം, ലാ യഹ്താജു അഹദുൻ മിൻഹും മഅ തഅദീലില്ലാഹി തആല ലഹു, അല്ലാഹു അംഗീകരിച്ച് അവർ പറയുന്നതിൽ പൂർണ്ണമായി വിശ്വസിക്കുക, അവരെ പൂർണ്ണമായി ആശ്രയിക്കുക, അവർ സത്യസന്ധരാണ്, അവർ വിജയം വരിച്ചവരാണ് എന്ന് അല്ലാഹു പറഞ്ഞിരിക്കെ ഇനി വേറൊരാളുടെ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. എങ്ങനത്തെ അല്ലാഹുവാണ് അൽ മുത്തലിഉ അലാ ബവാത്തിനിഹിം, അവരുടെ ഉള്ളു മുഴുവൻ അറിയുന്നവൻ അല്ലാഹുവാണ്. അങ്ങനത്തെ അല്ലാഹു തന്നെ അവർ അംഗീകരിച്ചിരിക്കുമ്പോൾ പിന്നെ ആവശ്യമില്ല ഇലാ തഅദീലി അഹദിൻ മിനൽ ഖൽഖ്, സൃഷ്ടികളിൽ ഒരാളുടെയും അംഗീകാരത്തിന്റെ ആവശ്യമില്ല. അല്ലാഹു അംഗീകരിച്ച വിഭാഗമാണ് എന്ന് ഖത്തീബുൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹിക്ക് ഈ ആയത്തിനെ വെച്ചുകൊണ്ട് പറയുന്നത് കാണാൻ കഴിയും. അതാണ് സഹാബത്തുൽ കിറാം. അപ്പോ അല്ലാഹു അംഗീകരിച്ച് അല്ലാഹു ആദരിച്ച് അവർ പറയുന്നത് പൂർണ്ണമായി അംഗീകരിക്കുകയും വിശ്വസിക്കുകയും അവരെ ആശ്രയിക്കുകയും ചെയ്യാമെന്ന് പടച്ചോൻ തന്നെ പറയുന്ന വിഭാഗത്തെ കുറിച്ച് എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ പരത്തുകയോ അവരെ എന്തെങ്കിലും കുറ്റങ്ങൾ പറയുകയോ ചെയ്യുന്നവൻ യഥാർത്ഥത്തിൽ അവൻ യഥാർത്ഥ മുസ്ലിം അല്ല, അവന്റെ ഉള്ളിൽ കുഫ്ർ നിറഞ്ഞിരിക്കുന്നവനാണ് അവൻ. അപ്പൊ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടിയാണ് അവൻ ചെയ്യുന്നത് എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞ ഇമാം അബൂ സുൽത്താൻ റഹ്മത്തുള്ളാഹി, ഇമാം നസായി റഹ്മത്തുള്ളാഹി, അങ്ങനെ തുടങ്ങിയുള്ള പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് ഇതിൽ തന്നെ വ്യക്തമാകാൻ കഴിയും. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞല്ലോ, വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറദു അൻഹു വഅഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാർ ഖാലിദീന ഫീഹാ അബദാ ദാലിക്കൽ ഫൗസുൽ അദീം. മുഹാജിരീങ്ങളും അൻസാരികളുമായ നേരത്തെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന മുഹാജിരീങ്ങളും അൻസാരികളും അവർക്ക് ശേഷം അവരെ തുടർന്ന് അതുപോലെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന മഹത്തുക്കൾ ഇവരെ റളിയല്ലാഹു അൻഹും വറദു അൻഹു
അള്ളാഹു അവരോട് തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അള്ളാഹുവിൻ്റെ റിള കരസ്ഥമാക്കിയവർ എന്ന് അള്ളാഹു തന്നെ പരസ്യമായി പ്രഖ്യാപിച്ച അത്രയും വലിയ സൗഭാഗ്യത്തിൻ്റെ ഉടമകളാണ് സഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും. പിന്നെ ബാക്കിയുള്ളവർക്ക് എന്ത് പറയാൻ, എന്ത് അവകാശമാണുള്ളത്? അവരെക്കുറിച്ച് എന്ത് കുറവ് പറയാൻ എന്ത് അവകാശമാണുള്ളത്? അവരിൽ നിന്നും എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതൊക്കെ പടച്ചോൻ എന്ത് ചെയ്തു? പൊരുത്തപ്പെടുകയും പടച്ചോൻ തൃപ്തിപ്പെടുകയും പുറത്തു കൊടുക്കുകയും ചെയ്തു. അള്ളാഹുവിൻ്റെ റിള അവർ കരസ്ഥമാക്കുകയും ചെയ്തവരാണ്. അതുകൊണ്ട് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് പറയുന്നത് കാണാൻ കഴിയും. ഒരാൾ വന്ന് മുആവിയ റളിയല്ലാഹു അൻഹുവിനെയും അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനെയും കുറ്റം പറയുന്നവരെ കുറിച്ചുള്ള വിധി എന്താണ് എന്ന് മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹയോട് ചോദിച്ചപ്പോൾ അഹ്മദ് ഹംബൽ റഹിമഹുല്ലാഹ് എന്താ പറഞ്ഞ മറുപടി? ലം യജ്തരി അലൈഹിമാ ഇല്ലാ വലഹു ഖബീഅത്തു സൂ. ഈ രണ്ടുപേരെയും കുറ്റം പറയാൻ ധൈര്യപ്പെടുന്നവൻ ഉള്ളിൽ കുഴപ്പമുള്ളവൻ. എന്നുവെച്ചാൽ ഇസ്ലാം മനസ്സിലില്ലാതെ ഉള്ളിൽ കപട വിശ്വാസമോ അല്ലെങ്കിൽ മറ്റ് നിരീശ്വരവാദമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും കുഴപ്പങ്ങളുള്ളവനല്ലാതെ ഈ മഹാന്മാരായ ഈ രണ്ടുപേരെയും കുറ്റം പറയാൻ തയ്യാറാവില്ല എന്ന് പറഞ്ഞിട്ട് മഹാനവர்கள் തുടർന്ന് പറഞ്ഞു, സഹാബാക്കളിൽ ഒരാളെയും ആരും കുറ്റം പറയില്ല, അവന്റെ ഉള്ളു കുഴപ്പമായിട്ടല്ലാതെ. അപ്പൊ അവൻ യഥാർത്ഥത്തിൽ മുസ്ലിം അല്ല എന്നർത്ഥം. മുസ്ലിമായി അഭിനയിക്കുകയാണ്, ഇസ്ലാമിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി മാത്രം ശ്രമിക്കുകയാണ്. മറ്റൊരു റിപ്പോർട്ടിൽ ഇങ്ങനെ കാണാം, ഇമാം അഹ്മദ് ഹംബൽ റഹിമഹുല്ലാഹ് പറഞ്ഞതായിട്ട്, സഹാബാക്കളിൽ ആരെയെങ്കിലും ഒരാളെ സൂഖ് കൊണ്ട് പറയുന്നത് നീ കണ്ടാൽ, എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സഹാബിയെ കുറ്റം പറയുന്നതായിട്ട് ആരെയെങ്കിലും നീ കണ്ടാൽ ഫത്തഹിഹു അലൽ ഇസ്ലാം, അവൻ മുസ്ലിമാണെന്നോ അല്ലയോ നീ സംശയിക്കണം. കാരണം അവൻ യഥാർത്ഥം മുസ്ലിം ആണെങ്കിൽ അവൻ പറയില്ല. മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റഹ്മത്തുള്ളാഹിയുടെ അടുക്കൽ ഒരാൾ വന്നിട്ട് ചോദിച്ചു, മുആവിയ റളിയല്ലാഹു അൻഹു ആണോ അതല്ല ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി ആണോ ഏറ്റവും ശ്രേഷ്ഠരായവർ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റഹ്മത്തുള്ളാഹി പറഞ്ഞ മറുപടി നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ്. എന്താ മഹാനവറുകൾ പറഞ്ഞത്? ലതുറാബുൻ ഫീ മൻസറൈ മുആവിയത മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറുൻ വഅഫ്ളലു മിൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ മൂക്കിൽ പെട്ട പൊടി, അഴുക്ക്, മൂക്കിന്റെ ഉള്ളിൽ പെട്ടിരിക്കുന്ന പൊടിപടലങ്ങൾ അല്ലെങ്കിൽ അഴുക്ക്, അത് ഉമർ ഇബ്നു അബ്ദുൽ അസീസിനേക്കാൾ എത്രയോ ഉന്നതമായ എത്രയോ ശ്രേഷ്ഠമാണ്. ഇതാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റഹ്മത്തുള്ളാഹി പറഞ്ഞത്. അതെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശവും അത് തന്നെയാണ്. ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ചില ആളുകൾ, വിവരദോഷികളായ ചില ആളുകൾ, ജഹലത്തുൽ അവാമ് എന്നോ അല്ലെങ്കിൽ ഉലാത്തു സൂഫിയ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ചില ആളുകൾ, അവര് ചില ഔലിയാക്കന്മാരെ സഹാബാക്കളെക്കാളും ഉയർന്ന സ്ഥാനം നൽകുന്നതായിട്ട് കാണാൻ കഴിയും. മുഹീദ്ദീൻ ഷെയ്ഖ്, ദിഫായി ഷെയ്ഖ് പോലുള്ളവരൊക്കെ അവര് ചില സഹാബാക്കളെക്കാളും ഉയർന്ന സ്ഥാനത്തുള്ളവരായിട്ടൊക്കെ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അത് പഴച്ച ആദർശമാണ്, വിശ്വാസമാണ്. മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ടല്ലോ, ഇന്ന മൻ സഹിബൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം വറആഹു മർറത്തൻ മിൻ യുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ട്, അങ്ങനെ സഹാബി എന്ന പേരിന് അർഹമായി കഴിഞ്ഞാൽ വഹസലത്തു ലഹു മസിയ്യത്തു സുഹ്ബ എന്ന സ്ഥാനം അദ്ദേഹത്തിന് ലഭിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അഫ്ളലു മിൻ കുല്ലി മൻ യഅതി ബഅദു, ശേഷം വരാൻ പോകുന്ന സാർവരേക്കാളും ശ്രേഷ്ഠരാണ്. ഒരു വലിയ ഏത് മർത്തബയിലെത്തിയാലും ശരി, എത്ര ഉയർന്ന സ്ഥാനത്തെത്തിയാലും ശരി, സഹാബത്തിന്റെ സ്ഥാനത്തേക്ക് എത്താൻ കഴിയില്ല. ഫൈന ഫദീലത്ത സുഹബത്തിലായ അമലും, സുഹബത്തിന്റെ ശ്രേഷ്ഠതയോട് ഒരു അമലും അതിനോട് തുല്യപ്പെടുത്താൻ കഴിയില്ല. മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി ശറഹ് മുസ്ലിമിൽ പറഞ്ഞിട്ടുള്ളതാണ്. ബിരാദുൽ അസ്കലാനി റഹ്മത്തുള്ളാഹി പറയുന്നത് കാണാൻ കഴിയും. മുകളിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് തുടർന്ന് പറയുന്നു, വഫീദാലിക അബിയു ഷാഹിദുൻ
അലാ അന്നഹും കാനൂ യഅ്തഖിദൂന അന്ന ശദ്ദ സുഹബ ലാ യഅദിലുഹു ശൈഉൻ. സുഹബത്തിനോട് തുല്യപ്പെടുത്താൻ ഒന്നുമില്ല. ഒരു വലിയ എത്ര ഉയരത്തിലെത്തിയാലും ശരി, എത്രയെത്ര ഉയരത്തിലെത്തിയാലും ശരി, വിലായത്തിന്റെ ആലാദർജയിലെത്തിയാലും സുഹബത്തിന്റെ മർത്തബയിലേക്ക് എത്താൻ കഴിയില്ല. ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അത് വളരെ വ്യക്തമായി പറയുന്നു. അസ്സവാബു അന്ന മൻ ബഅദഹും വഇൻ കമുല മാ കമുല. ആ സഹാബത്തിന് ശേഷമുള്ളവർ അവര് കമാലിയത്തിന്റെ ഏതറ്റം വരെ എത്തിയാലും ശരി, ലാ യസിലു ഇലാ ആയത്തിഹി, അവർ സഹാബത്തിന്റെ മർത്തബയിലേക്ക് എത്താൻ കഴിയില്ല. ഇതാണ് വിശ്വാസം. ഇങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ കഴിയും. അതാണ് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅ. ഇപ്പൊ ഏതെങ്കിലും ഒരു സഹാബിയേക്കാൾ ഏതെങ്കിലും ഒരു വലിയ ഉയർന്ന സ്ഥാനം നൽകുകയാണെങ്കിൽ അവൻ പിഴച്ച ആദർശക്കാരനാണ്. അവൻ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ നേരായ മാർഗത്തിൽ നിന്ന് തെറ്റിയവനാണ്. സ്വഹാബത്തുൽ കിറാമിൽ ആരെങ്കിലും കുറ്റം പറയുന്നതായിട്ടോ അവരുടെ സ്ഥാനം കുറച്ച് കാണുകയോ ചെയ്തു കഴിഞ്ഞാൽ അവൻ മുസ്ലിമാണോ എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. അവൻ മുസ്ലിമാണെങ്കിൽ അത് ചെയ്യില്ല എന്ന് മഹത്തുക്കൾ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. സ്വഹാബത്തിനെ ആശ്രയിക്കാൻ നമുക്ക് അവരുടെ ജീവിത ചരിത്രം വളരെ തെളിവായ ഒരു കാര്യമാണ്. അവരുടെ ജീവിത ചരിത്രം നോക്കിയാൽ ഒരസത്യത്തിന് കൂട്ടുനിൽക്കാത്തവരാണ്, ഒരു തിന്മയ്ക്കും കൂട്ടുനിൽക്കാത്തവരാണ്. അവരുടെ ജീവൻ വെടിയേണ്ടി വന്നാലും സത്യം മാത്രം പറയുകയും സത്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നവരായിരുന്നു അവർ. നമുക്ക് ധാരാളം സംഭവങ്ങൾ അതിന് തെളിവായിട്ടുണ്ട്. ഹദീസിന്റെ കിതാബുകളിലൊക്കെ പ്രസിദ്ധമായ ഒരു സംഭവമാണ്. മർവാൻ ഇബ്നുൽ ഹക്കം ഖലീഫയായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് ഖുത്ബ തുടങ്ങി. സാധാരണ പെരുന്നാൾ നിസ്കാരത്തിന് ശേഷമാണ് ഖുത്ബ. ഇദ്ദേഹം നിസ്കാരത്തിന് മുമ്പ് തന്നെ ഖുത്ബ നടത്താൻ വേണ്ടി മിമ്പറിലേക്ക് കയറിയപ്പോൾ പുറകിൽ നിന്ന് അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പിടിച്ചു വലിച്ചിട്ട് പറഞ്ഞു, ഇതല്ല സുന്നത്ത്, ഇതല്ല ദീൻ. നീ വലിയ അമീറായിരിക്കാം, വലിയ ഖലീഫയായിരിക്കാം, പക്ഷേ ദീനിന് വിരുദ്ധമായിട്ട് ഇവിടെ നടക്കുന്നത് ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ഷർട്ടിൽ പിടിച്ച് പുറകോട്ട് വലിച്ചു എന്നാണ് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയുന്നത്. ഈ മർവാൻ ഇബ്നുൽ ഹക്കം എന്നവരുടെ മകൻ ബിശ്ർ ബിൻ മർവാൻ ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം രണ്ടാം ഖുത്ബയിൽ ദുആയുടെ സമയത്ത് രണ്ട് കൈയും ഉയർത്തി ദുആ ചെയ്യാൻ പറയും. സദസ്സിലുണ്ടായിരുന്ന ഉമാറത്ത് ഇബ്നു റുഐബ റളിയല്ലാഹു അൻഹു അദ്ദേഹം അവിടെ നിന്ന് തന്നെ പൊട്ടിത്തെറിച്ചു, ഖബ്ബഹല്ലാഹു ഹാത്തൈനിൽ യദൈൻ, ഈ രണ്ട് കൈകളെയും അല്ലാഹു നശിപ്പിക്കട്ടെ, അതിന് മോശമാക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് ചെയ്തിട്ടില്ല, ശക്തമായി പൊട്ടിത്തെറിച്ചു. അപ്പോ അമീറന്മാരെയും ഖുലഫാക്കളെയും ഒക്കെ എതിർത്ത് കഴിഞ്ഞാൽ തങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് എന്ന് നല്ലോണം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവരതൊന്നും പരിഗണിക്കാതെ ദീനിന് വേണ്ടി സത്യത്തിന് വേണ്ടി നിലയുറപ്പിച്ചത്. അതുകൊണ്ടാണ് അവരെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞത് അവർ സാദിഖീങ്ങളാണ്, സത്യസന്ധരാണ്. അവർ